നമസ്കാരം. മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. ആരാരുമില്ലാത്ത ഭിന്നശേഷി പെൺകുട്ടികൾക്ക് പന്തിരിക്കര തണലിൽ വീടൊരുങ്ങി. ചങ്ങരോത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നസീമ വാഴയിൽ ഉദ്ഘാടനം ചെയ്തു. ഉറ്റവരും ബന്ധുക്കളുമില്ലാത്ത ഭിന്നശേഷി പെൺകുട്ടികളെ മരണം വരെ സംരക്ഷിക്കാൻ ചങ്ങരോത്ത് പഞ്ചായത്തിലെ പന്തിരിക്കരയിൽ തണൽ നിർമ്മിച്ച 8 കൊച്ചു റിസോർട്ട് മോഡൽ വീടുകൾ നാടിന് സമർപ്പിച്ചു. എറണാകുളം കോതമംഗലത്തെ പ്രവാസി വ്യവസായിയായ ഷമീർ പൂക്കുഴി എന്ന വ്യവസായ പ്രമുഖനാണ് 1.5 ഏക്കർ സ്ഥലത്ത് 8 വീടുകൾ 70 ലക്ഷം രൂപ നൽകി സ്പോൺസർ ചെയ്തത്. ചങ്ങരോത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നസീമ വാഴയിൽ ഉദ്ഘാടനം ചെയ്തു. ഭിന്നശേഷിക്കാരായ മക്കൾക്ക് ആരാരും നോക്കാനില്ലാത്ത 30ഓളം വിദ്യാർത്ഥികൾ ഭിന്നശേഷിക്കാരായ മക്കൾക്ക് 8 വീടുകൾ, മനോഹരമായ 8 വീടുകളാണ് ഇവിടെ പണിതത്. അതിന്റെ ഒരു വീട്ടിൽ കൂടൽ ചടങ്ങാണ് ഇവിടെ ഇന്ന് നടക്കുന്നത്. കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട്. 8ഓളം പഞ്ചായത്തുകളിൽ നിന്ന് ജനങ്ങൾ ഒഴുകിയെത്തുന്നത് കാണുമ്പോൾ വളരെ വളരെ സന്തോഷം നിറഞ്ഞതാണ്. കഴിഞ്ഞ ദിവസം ഇവിടെ വന്നു നോക്കുമ്പോൾ മറ്റന്നാളത്തെ വീട് കൂടൽ എങ്ങനെയായിരിക്കും നടക്കുക, നല്ലൊരു മഴയാണല്ലോ, ഇവിടെ ചളിയും. എന്നിരുന്നാലും ഇന്നത്തെ കാലാവസ്ഥയും നിറഞ്ഞ ജനങ്ങളെയും കാണുമ്പോൾ മനസ്സിൽ വളരെ സന്തോഷമുണ്ട്. ഈ സന്തോഷം രാവിലത്തെ 11 മണി മുതൽ വൈകിട്ട് 8 മണി വരെ നടക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ് മനസ്സിലുള്ളത്. ആരാരും നോക്കാനില്ലാത്ത ഭിന്നശേഷിക്കാരായ മക്കളെ ചേർത്ത് പിടിക്കുക എന്നുള്ള ലക്ഷ്യമാണ് നമ്മുടേത്. ഇവർക്ക് വൈകുന്നേരം പല തൊഴിൽ മേഖലയിലേക്കും നടത്തുവാനുള്ള കെട്ടിടം തറക്കല്ലിടലും നടക്കുന്നുണ്ട്. ചടങ്ങിൽ ഷെരീഫ് കായനോത്ത് അധ്യക്ഷത വഹിച്ചു. തണൽ PRO ബൈജു ആയിടത്തിൽ വിശദീകരണം നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം KK ഹനീഫ ചടങ്ങിൽ മുഖ്യാതിഥിയായി. ഇവിടെ ആളുകൾ ചോദിച്ചിരുന്നു, ഞങ്ങളുടെ ബ്ലോക്ക് പഞ്ചായത്ത് എന്നുള്ള നിലയിൽ ഈ പേരാമ്പ്രയിൽ ജനകീയമായി ഏറ്റവും ആദ്യം ഒരു ഡയാലിസിസ് സെന്റർ സ്ഥാപിക്കാനുള്ള പ്രവർത്തനം നടന്നത് പേരാമ്പ്ര ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ്. അന്ന് ആളുകളെല്ലാം ചോദിച്ചിരുന്നു, എന്തിനാണ് ഇവിടെ ഇങ്ങനെ ഒരു ഡയാലിസിസ് സെന്റർ, ഇതെല്ലാം ആവശ്യമുണ്ടോ എന്നായിരുന്നു ചോദിച്ചത്. ഇന്ന് നിങ്ങൾ നോക്കൂ, എത്ര ഡയാലിസിസ് സെന്ററുകളാണ് നമ്മുടെ സമൂഹത്തിനകത്തുള്ളത്. നമുക്ക് തികയുന്നില്ല ഡയാലിസിസ് സെന്ററുകൾ. അതിൽ ഏറ്റവും മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു സന്നദ്ധ സംഘടനയാണ് തണൽ. അവരുടെ പ്രവർത്തനം ഇല്ലായിരുന്നുവെങ്കിൽ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന പലരും ഇതിനു മുമ്പേ ഈ ഭൂമുഖത്ത് നിന്ന് ഇല്ലാതായി മാറുമായിരുന്നു. വളരെ ചിലവേറിയ ഡയാലിസിസ് പോലെയുള്ള കാര്യങ്ങൾക്ക് അകത്തേക്ക് എത്തിപ്പെടാൻ ഒരു പാവപ്പെട്ട മനുഷ്യന് സാധ്യമാവുകയും. EV രാമചന്ദ്രൻ മാസ്റ്റർ, KK ഭാസ്കരൻ മാസ്റ്റർ, AP അബ്ദുറഹിമാൻ, KK കാസിം, ബാലചന്ദ്രൻ ജമാൽ, തെരുവത്ത് അബ്ദുൾ മജീദ്, TT കുഞ്ഞമ്മദ് മാസ്റ്റർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. സുരേഷ് ബാബു സ്വാഗതവും N ബഷീർ മാസ്റ്റർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, മീഡിയ വിഷൻ, പേരാമ്പ്ര.